എൻ്റെ പേര് കെവിൻ ജോസഫ്. ഞാൻ കോട്ടയത്ത് വെല്ലൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2 വർഷമായി തമിഴ്നാട്ടിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ വെച്ച് കഴിഞ്ഞ ജനുവരി മാസം എനിക്ക് പനിയുണ്ടായി. മരുന്ന് കഴിച്ച് ഒരാഴ്ച കഴിഞ്ഞ് ജനുവരി 13 വീട്ടിൽ എത്തി. ഞാൻ അബോധാവസ്ഥയിലായി. ഉടൻ തന്നെ എന്നെ കാഴ്ത്താസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രാഥമിക പരിശോധനയിൽ യാതൊരു കുഴപ്പവും കണ്ടില്ല. എങ്കിലും അബോധാവസ്ഥയിലായിരുന്നുകൊണ്ടും ഓക്സിജൻ്റെ അളവ് കുറവായിരുന്നുകൊണ്ടും എന്നെ ICU പ്രവേശിപ്പിച്ചു. ICU പ്രവേശിച്ചപ്പോൾ എൻ്റെ ആൻറ്റി സെഹ്യോനിലേക്ക് വിളിച്ച് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടപ്പോൾ 86 സംഖ്യയിൽ തുടരെ വായിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. സുഖമാകുമെന്ന് പറഞ്ഞു. 3 ദിവസം ഞാൻ അബോധാവസ്ഥയിൽ തുടർന്നു. 4-ാം ദിവസം എന്നെ അമൃത ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ വേണ്ടി ഡോക്ടറെ സമീപിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു EEG നോക്കിയിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. EEG നോക്കിയപ്പോൾ ബ്രെയിനിൻ്റെ പ്രവർത്തനം നിലച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ കൊണ്ടുപോയാൽ അവിടെ എത്തില്ല, അതിന് മരണം സംഭവിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മ നേർന്നു അതിരമ്പുഴ പള്ളിയിൽ അഭിഷേകാഗ്നിയിൽ സാക്ഷ്യം പറയാമെന്ന് നേർന്നു. അടുത്ത ദിവസം തന്നെ എൻ്റെ ശക്തമായ വേദനയോട് പ്രതികരിക്കുന്നുണ്ടെന്ന് ഡോക്ടർ അറിയിച്ചു. 14 ദിവസമായിട്ടും എൻ്റെ അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കാൻ ഡോക്ടർമാർക്ക് സാധിച്ചില്ല. അതിശക്തമായ പ്രാർത്ഥന ഫലമായി 15-ാം ദിവസം എൻ്റെ രോഗം അതിമാരകമായ മെനഞ്ചോ എൻസെഫലൈറ്റിസ് ആണെന്ന് മനസ്സിലായി. ഈ രോഗം ബാധിച്ചാൽ തലച്ചോറ് വൈറസാണ്, F18 പറയുന്നൊരു വൈറസാണിത്. ഇത് ബാധിച്ചു കഴിഞ്ഞാൽ മെമ്മറി ലോസ്, തളർച്ച, സംസാരശേഷി നഷ്ടപ്പെടും, പാർക്കിൻസോൺസ് എന്നിങ്ങനെ നിരവധി ഇതൊക്കെ ഉണ്ടാകാറും. എൻ്റെ സംസാരശേഷി നഷ്ടപ്പെട്ടു, ഞാൻ എൻ്റെ ശരീരം തളർന്നു. ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത് വയറ് തുളച്ച് ആമായസിലേക്ക് ട്യൂബ് ഇട്ടുകൊണ്ടായിരുന്നു. അതിരമ്പുഴ പള്ളിയിൽ ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷ ചെയ്യാൻ വരുന്ന ഫാദർ സന്തോഷ് അച്ഛൻ അവിടെ വന്നപ്പോൾ എൻ്റെ ആൻറ്റി അച്ഛനെ കണ്ടു പ്രാർത്ഥനാ സഹായം തരികപ്പോൾ അച്ഛൻ പറഞ്ഞു, മാതാപിതാക്കളോട് ജപമാല ചൊല്ലി 33 വിശ്വാസ പ്രമാണവും 33 എത്രയും നീളം മാതാവൻ ചൊല്ലി പ്രാർത്ഥിക്കാൻ. ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ICUവിൽ ഒരു മാറ്റം സംഭവിക്കുമെന്ന് പറഞ്ഞു. അച്ഛൻ ശുശ്രൂഷ കഴിഞ്ഞ് എന്നെ കാണാൻ വരുമ്പോഴത്തേക്കും എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ICUവിൽ നിന്ന് റൂമിലേക്ക് മാറ്റിയിരുന്നു. അച്ഛൻ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു, ഇവൻ 2 മാസമാകുമ്പോൾ എഴുന്നേറ്റ് നടക്കും, അനേകർക്ക് ജീവസാക്ഷ്യമായി തീരുമെന്ന് പറഞ്ഞു. കൂടാതെ യോഹന്നാൻ്റെ സുവിശേഷം വായിച്ച് കേൾപ്പിക്കാൻ പറഞ്ഞു. സുവിശേഷം വായിച്ച് കേൾക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ അനക്കാൻ വയ്യാത്ത ഇടതുകാലം കൊണ്ട് ഞാൻ ഫിസിയോതെറാപ്പി എന്ന് ഉപയോഗിക്കുന്ന പന്ത് വലിച്ചെറിഞ്ഞു. ആ ഹോസ്പിറ്റലിൽ എത്തി 49-ാം ദിവസം ഞാൻ ഡിസ്ചാർജായി. വീട്ടിലെത്തിയ ശേഷം കറക്റ്റ് 2 മാസമായപ്പോൾ ഞാൻ മെല്ലെ നടന്നു തുടങ്ങി. എന്നെ വീട്ടിലെത്തിയ ഉടനെ ഭക്ഷണം കഴിക്കാൻ മെല്ലെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. സംസാരശേഷിയും ക്ലിയറായി. ഇത് എന്നെ 2ാം ജന്മം നൽകി എന്നെ ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. തുടർന്ന് ഡോക്ടറുടെ ഒരു സർട്ടിഫിക്കറ്റും കൂടെ അവർ കൊണ്ടുവന്നിരിക്കുകയാണ്. ഡോക്ടറുടെ ഒരു സർട്ടിഫിക്കറ്റും കൂടെ അവർ ഇവിടെ എത്തിച്ചിരിക്കുകയാണ്. സാക്ഷി എഴുതിയ പേപ്പറിൽ കൂടെ സർട്ടിഫിക്കറ്റ് ഇവിടെ വെച്ചിരിക്കുകയാണ്. അതിനകത്ത് ഡോക്ടേഴ്സ് ഈ രോഗത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം പറഞ്ഞതിന് ശേഷം അവർ പറഞ്ഞിരിക്കുകയാണ്, ബട്ട് ടു ഓൾ അവർ സർപ്രൈസ് മിസ്റ്റർ കെവിൻ ഷോഡ് ഡ്രമാറ്റിക് ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മെഡിക്കൽ സയൻസ് ടു എക്സ്പ്ലെയിൻ മെഡിക്കൽ സയൻസ് വിച്ച് ഈസ് ഡിഫിക്കൽട്ട് ടു എക്സ്പ്ലെയിൻ ഇൻ മെഡിക്കൽ സയൻസ്. മെഡിക്കൽ സയൻസിന് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത വിധം ഒരു മിറാക്കിൾ ആണ്, ഒരു മിറാക്കുലസ് ഹീലിംഗ് ആണ് നടന്നിരിക്കുന്നത്. അവിടുത്തെ ഡോക്ടേഴ്സ് എഴുതിയ സർട്ടിഫിക്കറ്റുമായിട്ടാണ് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഉറക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ചോദിക്കുക സഹോദരങ്ങളെ, തമിഴ്നാട്ടിലെ ചെറുപ്പക്കാരൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 2 വർഷമായിട്ട് ഒരു കുഴപ്പം ജോലി ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു പനി വന്ന് അബോധാവസ്ഥയിലായി. അവിടുന്ന് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന കാര്യം പറഞ്ഞാൽ പോകുന്ന വഴിക്ക് മരിച്ചു പോകാനാണ് സാധ്യത എന്ന് പറഞ്ഞു. കാരണം തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ നിരച്ചിരിക്കുകയാണ്, കൈകാലുകൾ ചലിക്കുന്നില്ല, ഭക്ഷണം വേറെ തുളച്ച് അങ്ങനെ ഫുഡ് കൊടുത്തിരിക്കുന്ന അവസ്ഥ, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ സമയത്ത് ആൻറ്റി അട്ടപ്പാടിലേക്ക് വിളിച്ചപ്പോൾ 86-ാം സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവർ രോഗികളുടെ നാഥൻ പുസ്തകം എന്ന് പറഞ്ഞത്, രോഗികളുടെ നാഥൻ പുസ്തകം അല്ലേ, രോഗികളുടെ നാഥൻ എന്ന് പറയുന്ന പുസ്തകം അതിലെ പ്രാർത്ഥന ചൊല്ലണം. അത് വട്ടാച്ചൻ ആദ്യം എഴുതിയൊരു പുസ്തകമാണത്. രോഗികൾക്ക് ആവർത്തിച്ച് പ്രാർത്ഥിക്കാനുള്ള സൗഖ്യം നൽകുന്ന പുസ്തകം. ഈ പുസ്തകത്തിലെ പ്രാർത്ഥനകൾ ചൊല്ലാൻ പറഞ്ഞു. ഇതൊരു അത്ഭുതകരമായ ശക്തി നൽകുന്ന ഒരു പ്രാർത്ഥന ഇതിലുള്ളത്. പിന്നെ അവ സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിച്ച് എന്നിട്ട് അതിരമ്പുഴ കൺവെൻഷൻ സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞ്. പിന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിരമ്പുഴ കൺവെൻഷൻ എല്ലാ ആദ്യ വെള്ളിയാഴ്ച അതിരമ്പള്ളി പള്ളിയിൽ സെയ്യോനിൽ നിന്ന് നേരിട്ട് വന്നൊരു കൺവെൻഷൻ നടന്നുണ്ട്. ആ കൺവെൻഷനോട് നേരത്തെ സന്തോഷച്ചൻ ആൻറ്റി എന്ന് കണ്ടാൽ പറഞ്ഞു, ഇന്ന പ്രാർത്ഥന ചൊല്ലിക്കോളാൻ പറഞ്ഞു. എന്ത് പ്രാർത്ഥന ചൊല്ലാൻ പറഞ്ഞത്? യോഹന്നാന്റെ സുവിശേഷം മകന്റെ അടുത്തിരുന്ന് വായിച്ച് കേൾപ്പിക്കാൻ പറഞ്ഞ്. എന്നിട്ട് ഇന്ന് ശുശ്രൂഷ ഒരു അത്ഭുതം അവിടെ സംഭവിക്കുമെന്ന് പറഞ്ഞ്. അന്ന് സഹോദരങ്ങൾ ICUവിൽ നിന്ന് ഇപ്പുറത്തേക്ക് മാറ്റി ബോധം തെളിഞ്ഞ്. എന്നിട്ടോ അച്ഛൻ വന്ന് പ്രാർത്ഥിച്ച് പിന്നെ 33 എന്തൊരു പ്രാർത്ഥന ചെല്ലാൻ പറഞ്ഞു, വിശ്വാസപ്രമാണം 33 എത്രയും നീളം അതാ ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അത് ഇവരങ്ങോട്ട് അനുസരിച്ച് സഹോദരങ്ങളെ
എന്നിട്ട് ഫിസിയോതെറാപ്പി ചെയ്യാൻ വെച്ചാൽ ബോളൊക്കെ വലിച്ചെന്ന് ചാടി എഴുന്നേറ്റ് എൻ്റെ പ്രിയപ്പെട്ട ഒരു അത്ഭുത 2ാം ജന്മം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. Praise the Lord. പറഞ്ഞ ഹല്ലേലൂയ. കൈകൾ ഉയർത്തിയടിച്ച് പാട്ട് പാടി ആരാധിക്കട്ടെ. നല്ലവനല്ലോ ദൈവം, നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. നല്ലവനല്ലോ ദൈവം, നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. ശക്തനായവൻ, സങ്കേതമായവൻ, ഘോരവൈരി കയ്യിൽ വീഴുവിച്ചവൻ. നല്ലവനല്ലോ ദൈവം, നല്ലവൻ